നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ അവസരം. മിനിമം യോഗ്യത 7ാം ക്ലാസ്. ലോകബാങ്കിൻ്റെ പിന്തുണയോടെ കേരള സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രോഗ്രാമാണ് വൺ ഹെൽത്ത് പ്രോഗ്രാം. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പമ്പ നദിയുടെ അടുത്തുള്ള 4 ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളാണ് അവ. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി വിവിധ തസ്തികകളിൽ ഇപ്പോൾ ഒഴിവുകളുണ്ട്. താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. വേക്കൻസി ഡീറ്റെയിൽസ്. കേരള സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് 7 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ പോസ്റ്റിലും വരുന്ന ഒഴിവുകൾ നോക്കാം. തസ്തിക ഓഫീസ് അറ്റൻഡൻറ്റ് കം ക്ലീനിംഗ് സ്റ്റാഫ് ഒഴിവുകൾ 2, ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് ഒഴിവുകൾ 1, ഫിനാൻസ് കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒഴിവുകൾ 1, സർവലൻസ് സ്പെഷ്യലിസ്റ്റ് ഒഴിവുകൾ 1, റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഒഴിവുകൾ 1, സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ് 1. ഏജ് ലിമിറ്റ്: ഓഫീസ് അറ്റൻഡൻറ്റ് കം ക്ലീനിംഗ് സ്റ്റാഫ് 40 വയസ്സ് വരെ, ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് 35 വയസ്സ് വരെ, ഫിനാൻസ് കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 58 വയസ്സ്, സർവലൻസ് സ്പെഷ്യലിസ്റ്റ് 40 വയസ്സിന് താഴെ, റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് 40 വയസ്സിന് താഴെ, സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ് 50 വയസ്സിന് താഴെ. ക്വാളിഫിക്കേഷൻ: തസ്തിക ഓഫീസ് അറ്റൻഡൻറ്റ് കം ക്ലീനിംഗ് സ്റ്റാഫ് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ 10ാം ക്ലാസ് സ്റ്റാൻഡേർഡ് വിജയിക്കരുത്. പരിചയം: ഗവൺമെൻറ് പ്രോജക്റ്റുകളിൽ കുറഞ്ഞത് 5 വർഷത്തെ പരിചയം അഭികാമ്യം. ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് വിദ്യാഭ്യാസ യോഗ്യത BCom വിത്ത് ടാലി, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് KGTE അല്ലെങ്കിൽ അതിനു തത്തുല്യമായ ഉയർന്ന ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGTE അല്ലെങ്കിൽ അതിന് തത്തുല്യം, MS ഓഫീസിൽ പ്രാവീണ്യം, അക്കൗണ്ടിങ്ങിൽ കുറഞ്ഞത് 2 വർഷത്തെ പോസ്റ്റ് യോഗ്യതാ പരിചയം, ആരോഗ്യ സാമൂഹ്യ വികസന മേഖലയിൽ പരിചയം. ഫിനാൻസ് കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള വിരമിച്ച സീനിയർ ഗസറ്റഡ് ഓഫീസർ, 2ാം ഗസറ്റഡ് തത്തുല്യ റാങ്കിൽ കുറയാത്ത തസ്തികയിൽ നിന്നും വിരമിച്ചവർ. കമ്പ്യൂട്ടർ, ഓഫീസ് അക്കൗണ്ടിംഗ് എന്നിവയിൽ പരിജ്ഞാനം. ഗസറ്റഡ് ഓഫീസറായി കുറഞ്ഞത് 5 വർഷത്തെ പരിചയം. അതിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കണം. സർവലൻസ് സ്പെഷ്യലിസ്റ്റ് ക്വാളിഫിക്കേഷൻ MBBS അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും MD കമ്മ്യൂണിറ്റി മെഡിസിൻ, MBH DPH അല്ലെങ്കിൽ MSc നഴ്സിംഗ്, BDS MS ഓഫീസിലും സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറിലും പ്രാവീണ്യം. റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് വിദ്യാഭ്യാസ യോഗ്യത MD കമ്മ്യൂണിറ്റി മെഡിസിൻ, MBH DPH അല്ലെങ്കിൽ MSc ഉള്ള MBBS, അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും MBH ഉള്ള നഴ്സിംഗ്, MBT BDS MS ഓഫീസിലും ഡേറ്റ വിശകലനത്തിലുള്ള സ്റ്റാറ്റിക്കൽ പാക്കേജിലും പ്രാവീണ്യം. സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ് വിദ്യാഭ്യാസ യോഗ്യത MD കമ്മ്യൂണിറ്റി മെഡിസിൻ, MPH ഉള്ള MBBS കമ്പ്യൂട്ടർ, ഓഫീസ്, ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്നിവയിൽ പരിജ്ഞാനം. പരിചയം: പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം മാനേജ്മെൻറ്റിൽ കുറഞ്ഞത് 5 വർഷം. സാലറി: ഓഫീസ് അറ്റൻഡൻറ്റ് കം ക്ലീനിംഗ് സ്റ്റാഫ്, ശമ്പളം പ്രതിമാസം 18,000 രൂപ, ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് 25,000 രൂപ, ഫിനാൻസ് കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 35,000 രൂപ, സർവലൻസ് സ്പെഷ്യലിസ്റ്റ് 60,000 രൂപ, റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് 60,000 രൂപ, സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ് 1,25,000 രൂപ. സെലക്ഷൻ:
എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ച് യോഗ്യതകൾ ഉറപ്പുവരുത്തുക. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി 2024 ജൂലൈ 10 അതിനു മുമ്പോ അപേക്ഷിക്കാം. നൽകിയിരിക്കുന്ന ലിങ്ക് വഴിയല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകളും നിരസിക്കപ്പെടും. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ജോലി അവസരം. ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ സാഫ് ആലപ്പുഴ ജില്ലാ നോഡൽ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ നൽകിയിരിക്കുന്ന ജോലി വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ക്വാളിഫിക്കേഷൻ: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഇംഗ്ലീഷ്, മലയാളം ടൈപ്പിംഗ് പരിജ്ഞാനവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായം 2024 ജൂലൈ 7 45 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 12,000 രൂപ. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആലപ്പുഴയുടെ കാര്യാലയത്തിലോ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ മേഖലാ ഓഫീസിനോട് ചേർന്നുള്ള സ്റ്റാഫിൻ്റെ നോഡൽ ഓഫീസിലോ നൽകണം. അവസാന തീയതി ജൂലൈ 10. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477225103. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ 17,727 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷനുകൾ, വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ, നിയമാനുസൃത ബോഡികൾ, ട്രിബ്യൂണലുകൾ മുതലായവയിലെ വിവിധ ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി തസ്തികകൾ നികത്തുന്നതിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2024 കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷകൾ ക്ഷണിച്ചു. സ്ത്രീകൾക്കും അപേക്ഷിക്കാം. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, റിസർച്ച് അസിസ്റ്റൻറ്റ്, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ടാക്സ് അസിസ്റ്റൻറ്റ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ. യോഗ്യത, പ്രായപരിധി, ഫീസ്, ശമ്പളം. അടിസ്ഥാന യോഗ്യത ബിരുദം. ഒഴിവുകൾ 17,727. പ്രായപരിധി 32 വയസ്സ്. SC, ST, OBC, PWBD, ESM തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. ശമ്പളം 25,500 രൂപ തൊട്ട് 1,42,000 രൂപ വരെ. അപേക്ഷാ ഫീസ്: വനിതകൾ, SC, ST, PWBD, ESM അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർക്ക് 100 രൂപ. താൽപ്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം 2024 ജൂലൈ 24 മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക. അപേക്ഷാ ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തുള്ള ബാങ്കുകളിൽ ക്ലാർക്ക് ജോലി നേടാൻ അവസരം. ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ഇപ്പോൾ ക്ലാർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഒഴിവുകളുടെ എണ്ണം 6,100+. പ്രായപരിധി 20 വയസ്സ് തൊട്ട് 28 വരെ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത: പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കും.
യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം ഹോം പേജിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ തിരഞ്ഞെടുക്കുക. ശേഷം നിശ്ചിതമായ ഫീസ് ഉണ്ടെങ്കിൽ അതടച്ച് അപേക്ഷ പൂർത്തിയാക്കുക. അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂലൈ 21 വരെ. പഞ്ചാബ് നാഷണൽ ബാങ്കിലും തുടക്കക്കാർക്ക് വൻ അവസരം. പഞ്ചാബ് നാഷണൽ ബാങ്ക് അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കേരളത്തിലടക്കം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഒഴിവുകൾ വരുന്നുണ്ട്. ഏകദേശം 2700 ഒഴിവുകളാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് വന്നിരിക്കുന്നത്. ബോർഡ് നെയിം പഞ്ചാബ് നാഷണൽ ബാങ്ക്. ടൈപ്പ് ഓഫ് ജോബ് സെൻട്രൽ ഗവൺമെൻറ് ജോബ്. പോസ്റ്റ് അപ്രൻറ്റീസ്. ഒഴിവുകൾ 2700. ലൊക്കേഷൻ ആൾ ഓവർ ഇന്ത്യ. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. അപേക്ഷിക്കേണ്ട തീയതി 2024 ജൂൺ 30 മുതൽ. പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 2700 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും വരുന്ന ഒഴിവുകൾ നോക്കാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ 2, ആന്ധ്രാപ്രദേശ് 27, അരുണാചൽ പ്രദേശ് 4, ആസാം 27, ബീഹാർ 79, ചണ്ഡീഗഡ് 19, ഛത്തീസ്ഗഡ് 51, ദാദ്ര ആൻഡ് നഗർ ഹവേലി 2, ദാൻ ആൻഡ് ദിയു 4, ഡൽഹി 178, ഗോവ 4, ഗുജറാത്ത് 117, ഹരിയാന 226, ഹിമാചൽ പ്രദേശ് 83, ജമ്മു ആൻഡ് കാശ്മീർ 26, ജാർഖണ്ഡ് 19, കർണാടക 32, കേരള 22, ലഡാക്ക് 2, മധ്യപ്രദേശ് 133, മഹാരാഷ്ട്ര 145, മണിപ്പൂർ 6, മേഘാലയ 2, മിസോറാം 2, നാഗാലാൻഡ് 2, ഒഡീഷ 71, പോണ്ടിച്ചേരി 2, പഞ്ചാബ് 251, രാജസ്ഥാൻ 206, സിക്കിം 4, തമിഴ്നാട് 60, തെലങ്കാന 34, ത്രിപുര 13, ഉത്തർപ്രദേശ് 561, ഉത്തരാഖണ്ഡ് 48, പശ്ചിമ ബംഗാൾ 236. ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി. ഈ പ്രായം 2024 ജൂൺ 30 അനുസരിച്ച് കണക്കാക്കും. സംഭരണ വിഭാഗക്കാർക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്ന വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: സർക്കാർ അംഗീകൃത ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. ബോഡികൾ AICTE UGC യോഗ്യതയുടെ ഫലം 30/6/2024 അതിനു മുമ്പോ പ്രഖ്യാപിച്ചിരിക്കണം. ഉദ്യോഗാർത്ഥി ബാങ്ക് ആവശ്യപ്പെടുമ്പോൾ യൂണിവേഴ്സിറ്റി, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നൽകിയ മാർക്ക് ഷീറ്റുകളും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഏത് സംസ്ഥാനത്തിലെ അപ്രൻറ്റീസ് പ്രോഗ്രാമിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. സാലറി: റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ആണെങ്കിൽ മാസം 10,000 രൂപയും, നഗരം ആണെങ്കിൽ 12,000 രൂപയും, മെട്രോ ആണെങ്കിൽ 15,000 രൂപയുമാണ് സ്റ്റൈഫൻ ലഭിക്കുക. ആപ്ലിക്കേഷൻ ഫീ: കാറ്റഗറി PWBD 400 പ്ലസ് GST 472, ഫീമെയിൽ SC ആൻഡ് ST 600 പ്ലസ് GST 708, ജനറൽ ആൻഡ് OBC 800 പ്ലസ് GST 944. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന സമയത്ത് ഓൺലൈനായി തന്നെ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. എങ്ങനെ അപേക്ഷിക്കാം? പഞ്ചാബ് നാഷണൽ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിനു മുമ്പ്
കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ചു നോക്കുക. യോഗ്യതയുള്ളവർക്ക് 2024 ജൂലൈ 14 വരെ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. 2 മണിക്കൂറിന് 6000 രൂപ വെച്ച് ശമ്പളം. പരീക്ഷ എഴുതേണ്ട. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ വൻ തൊഴിലവസരം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് തങ്ങളുടെ ആരോഗ്യ വിഭാഗത്തിലെ വിവിധ തസ്തികകളിലെ നിയമനത്തിന് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ തസ്തികകളിലേക്കാണ് നിയമനം. വേക്കൻ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ സമയത്തിനനുസരിച്ചാണ് ശമ്പളം ലഭിക്കുന്നത്. റേഡിയോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ് തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് MD, DNB റേഡിയോളജി യോഗ്യതയും പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. കാർഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് DM, DNB കാർഡിയോളജി യോഗ്യതയും പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഡെർമറ്റോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് MD, DVDL ഡെർമറ്റോളജി യോഗ്യതയും പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. റേഡിയോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2 മണിക്കൂർ സന്ദർശനത്തിന് 6000 രൂപയും ഡെർമറ്റോളജി തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2 മണിക്കൂർ സന്ദർശനത്തിന് 4500 രൂപയും ലഭിക്കും. താൽപ്പര്യമുള്ളവർ ജൂലൈ 9 രാവിലെ 10 മണി മുതൽ 4 മണി വരെ ബീഹാറിലെ ബറോണി റിഫൈനറി ഹോസ്പിറ്റൽ, ബഗുസാരായി 85-11-17 നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്ക് TA, DA എന്നിവ ലഭിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. PSC ഇല്ലാതെ നിങ്ങൾക്ക് സർക്കാർ ജോലി നേടാം. തിരുവനന്തപുരം ക്ഷീരവികസന വകുപ്പ് സംസ്ഥാന ഡയറി ലബോറട്ടറിയിൽ കെമിസ്ട്രി വിഭാഗത്തിൽ 2 അനലിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡയറി കെമിസ്ട്രിയിൽ MTech, ഡയറി ടെക്നോളജിയിൽ BTech അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ MSc, IS 1500 വാട്ടർ ടെസ്റ്റിങ്ങിൽ 1 വർഷത്തെ പരിചയവും AAS, ICP-MS, GC എന്നിവയിൽ പ്രായോഗിക പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. HPLC ഉപകരണങ്ങൾ, NABL അംഗീകൃത ലാബുകളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷകർ 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. കൂടാതെ 30,000 രൂപ ഏകീകൃത പ്രതിമാസ ശമ്പളം ലഭിക്കും. അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. അപേക്ഷകൾ ജൂലൈ 8 വൈകുന്നേരം 5 മുമ്പ് സമർപ്പിക്കണം. തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഗവൺമെൻറ് ആയുർവേദ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, ആയുർവേദ നേഴ്സ് ഗ്രേഡ് 2 എന്നീ തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയ്ക്ക് 10ാം ക്ലാസ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നൽകുന്ന 1 വർഷത്തെ ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. ആയുർവേദ നേഴ്സ് ഗ്രേഡ് 2 തസ്തികയ്ക്ക് 10ാം ക്ലാസ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നൽകുന്ന 1 വർഷത്തെ ആയുർവേദ നേഴ്സിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. നിശ്ചിത യോഗ്യതയുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം 2024 ജൂലൈ 3 രാവിലെ 10:30-നും ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 5 രാവിലെ 10:30-നും ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ ജില്ലാ കാര്യാലയത്തിൽ
തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. സർവീസിൽ നിന്ന് വിരമിച്ചവരെ പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487233343. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.